അറബ് സേന അനിവാര്യമെന്ന് തുർക്കി പ്രസ്താവിച്ചു. കഴിഞ്ഞ ദിവസമാണ് മേഖലയിൽ ശാന്തത നിലനിൽക്കണമെങ്കിൽ യൂറോപ്യൻ ശക്തികളെപ്പോലെ ഒരു ഏകോപന അറബ് സഖ്യം അനിവാര്യമാണ്. ഇതിന് ഇറാനോ അതല്ലെങ്കിൽ തുർക്കിയോ ഈജിപ്തോ സംയുക്തമായിട്ടോ നേതൃത്വം നൽകിയാൽ പോലും അത് നമ്മൾക്ക് എല്ലാ കാലത്തും ഗുണപരമായ രീതിയിൽ തന്നെയാണ് ഭവിക്കുക എന്ന അഭിപ്രായം തുർക്കി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇത്തരം കാര്യത്തിൽ സാധാരണഗതിയിൽ തുർക്കിയുടെ ഭാഗത്തുനിന്നും അഭിപ്രായം ഉണ്ടാവാറില്ല. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെട്ട് സംസാരിക്കുന്ന രീതി തുർക്കിക്കില്ല എന്നതിനാൽ ഇപ്പോഴുള്ള ഈ നിലപാട് വലിയ രീതിയിലുള്ള നിലപാട് മാറ്റമാണെന്നും ശ്രദ്ധയോടുകൂടിയാണ് തങ്ങളത് നിരീക്ഷിക്കുന്നത് എന്നും ഇസ്രായേലിൽ നിന്നുള്ള വിദഗ്ധർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കാര്യം ഈ അടുത്തായിട്ട് തുർക്കിയുമായിട്ട് വലിയ രീതിയിലുള്ള അന്തരമാണ് ഇസ്രായേലിനുള്ളത്. അവരുടെ ഒരു നയ നിലപാടുകളും അംഗീകരിക്കില്ലെന്നും തുർക്കി സൈന്യം ഗസയിൽ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയൊക്കെ വലിയ വിവാദമായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അറബ് സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ അറബ് സൈനിക ഏകോപനത്തിൻ്റെ ഒരു നിലപാട് തുർക്കി പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഏറെക്കുറെ വിശ്വസനീയമായിരിക്കുന്ന രീതിയിലായിരുന്നു അമേരിക്കയെ അറബ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ തുർക്കിയും നോക്കിക്കണ്ടത്. എന്നാൽ ഇറാൻ്റെ നിലപാട് ആ കാലത്ത് തന്നെ വ്യത്യസ്തമായിരുന്നു. ഒരിക്കലും അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ലെന്നും അവർ ആക്രമിക്കപ്പെട്ടാൽ ആര് നിങ്ങളെ പ്രതിരോധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത രീതിയിൽ ആ ഒരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് പതിറ്റാണ്ടുകളായി അറേബ്യൻ മുഖത്ത്. ഇപ്പോൾ അത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി അത് വ്യക്തമായിരിക്കുന്നു എന്നുള്ളതും ഇത് യഥാർത്ഥത്തിൽ അറബ് രാജ്യത്തോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയാണ്. വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു ഇസ്രായേൽ ആക്രമിക്കുമെന്ന്. എന്നിട്ട് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളോ വിവരങ്ങളോ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമോ അമേരിക്ക ചെയ്തിട്ടില്ല എന്നുള്ളത് അറബ് ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിലാക്കിയതും അതോടൊപ്പം തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യവുമാണ്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ കൃത്യതയോടുകൂടി ഇസ്രായേൽ ആക്രമിക്കുന്നു, അതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ബോധ്യമുണ്ടാവുന്നു. എന്നാൽ അവരുടെ ഇൻ്റലിജൻസ്, അതായത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിൽ ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നുള്ള വിവരം ചോർത്താൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചു. അതാണ് ഇതിൽ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു അഭിമാനമായി അറബ് രാജ്യങ്ങളും കാണുന്നത്. തുർക്കിയുമായിട്ട് അകലമല്ലെങ്കിൽ പോലും വല്ലാത്ത രീതിയിൽ അടുത്ത് നിൽക്കുന്ന രാജ്യമൊന്നുമല്ലായിരുന്നു തുർക്കി. പക്ഷേ അവർ ചേർന്ന് നിന്നത് സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ വിഷയമുണ്ടാവുകയും അതോടനുബന്ധിച്ച് തന്നെ ഉപരോധം ഏർപ്പെടുത്തിയ സ്ഥിതിയും ഉണ്ടായപ്പോൾ തുർക്കി ഖത്തറിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും വലിയ രീതിയിലുള്ള സഹായം നൽകുകയും ചെയ്തു. അതോടുകൂടി തന്നെ തുർക്കിയും ഖത്തറും തമ്മിലുള്ള ബന്ധം സുദൃഢമായി എന്ന് മാത്രമല്ല, അവർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സുഹൃത്തായിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഖത്തറിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണവും ഒരു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലപാടും എല്ലാ കാലത്തും തുർക്കിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തുർക്കിക്ക് നേരെ ഖത്തറിന് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തെ ചോർത്താൻ വേണ്ടിയിട്ട് തുർക്കി സാധിച്ചു. അത് അപ്പം തന്നെ ആ വിവരം ഖത്തറിലുള്ള അവരുടെ സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകി, നിങ്ങളുടെ രാജ്യത്തിന് നേരെ വലിയൊരു ആക്രമണം വരാൻ പോകുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന തരത്തിൽ. ആ സമയത്ത് തന്നെ ആ പറയപ്പെട്ട ബിൽഡിങ്ങിൽ നിന്ന് ഹമാസിൻ്റെ ആളുകളെ ഖത്തർ സംരക്ഷിക്കുകയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തതോടുകൂടിയാണ് വലിയൊരു ദുരന്തവും വലിയൊരു മരണവും അവിടെ ഇല്ലാതിരുന്നത്. അതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞുപോയി അല്ലെങ്കിൽ പൊളിച്ചടക്കാൻ വേണ്ടി ഖത്തറിനും തുർക്കിക്കും സാധിച്ചു എന്ന് അന്ന് മുതൽ തന്നെ അന്താരാഷ്ട്ര മേഖലയിലുള്ള റിപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗം കുറ്റമറ്റതാണ് തുർക്കിക്ക് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ട് അവരത് ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്ന കാര്യം, ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏത് അറബ് രാജ്യമാണ് സുരക്ഷിതം എന്ന് പറയാൻ വേണ്ടി സാധിക്കുക? പകരം അറേബ്യൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. എല്ലാവിധ റഡാർ സംവിധാനവും ഒന്നുകിൽ ഓഫാക്കുകയോ അതല്ലെങ്കിൽ റഡാറിനെ വെട്ടിച്ചു കൊണ്ട് കിടക്കുകയോ ആണ് ചെയ്തത്. റഡാർ ഇല്ലാത്ത രാജ്യമൊന്നുമല്ല ഈ ഖത്തർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇപ്പോൾ അവർ തുർക്കി പറഞ്ഞിരിക്കുന്ന കാര്യം, നിർബന്ധമായ രീതിയിലും അറേബ്യൻ സേന അല്ലെങ്കിൽ മുസ്ലിം സേന ആവശ്യമാണെന്നും അത് അനിവാര്യമാണെന്നും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച വേണമെന്നുമാണ് തുർക്കിയുടെ പക്ഷം.